ഈ ഈ ഊളയുടെ വിചാരം ബഹുജനം എന്ന് പറഞ്ഞാൽ ഇതെന്തോ CPM-ന്റെ കുത്തകയാണ് ബഹുജനം. പൊതുജനം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കഴുതകൾ, ബഹുജനം എന്ന് പറഞ്ഞാൽ സഖാക്കൾ. അങ്ങനെയാണ് മൂപ്പരുടെ ഒരു ധാരണ. ആരോ എങ്ങനെയോ കിട്ടിയതാണ്. കാരണം ഒരു ബോധവും വിവരം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറെ ഊള ബോധങ്ങൾ മനസ്സിനകത്ത് വെച്ച് നടക്കുകയാണ്. പോട്ടെ, ഇവനെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കഴുകിയാൽ നന്നാവാത്ത ചില സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞ മാതിരി ഒരു സാധനമാണ് KK രാഗേഷ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, കണ്ണൂരിൽ എന്തുകൊണ്ട് പാർട്ടി ഈ രീതിയിൽ അധപ്പതിച്ചു അല്ലേ? കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കണ്ണൂർ എന്ന് പറയുന്ന പാർട്ടി കോട്ടയിൽ ഒരിക്കലും ഇളകാത്ത അല്ലേ, കണ്ണൂർ കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞാൽ CPM-ന്റെ കോട്ടകളാണ്, നെടും കോട്ടകളാണ്. അവിടെയാണ് പയ്യന്നൂർ പോയി, തളിപ്പറമ്പ് പോയി, തൃക്കരിപ്പൂർ പോയി അല്ലേ. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താ പറയാ, ഈ കോൺഗ്രസ്സുകാർ തന്നെ അല്ലെ BJP-ക്കാർ തന്നെ പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളാണ് ഇത് CPM-ന്റെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അവിടെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, പാർട്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കണം. അതിന് പകരം എന്താണ്? ഓൻ കള്ളനാണ്. ആര്? രക്തസാക്ഷി ഫണ്ട് കട്ടവനല്ല കള്ളൻ കേട്ടോ. രക്തസാക്ഷി ഫണ്ട് കക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ആളെ കള്ളനാക്കി.